ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ട് അടിപൊളി തോരനാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നത് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. എന്നാലും മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് സോയ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി, അത് വെന്ത് കിട്ടും. പിന്നെ ഊറ്റിയിട്ട് നല്ല കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത് വെച്ചതാണ് കേട്ടോ, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ തന്നെ അതായി കിട്ടും. ഇനി നമുക്ക് ചെറിയ ജാർ എടുത്തിട്ട് ഞാൻ അപ്പോൾ ഇത് കുറച്ചിട്ട് അരയ്ക്കുന്നേ ഉള്ളൂ, ഫുള്ളിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ജാറിൽ അരയ്ക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് തിരിച്ചാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഇട്ട് നമ്മൾ ഓണാക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും. ഒരുപാട് അങ്ങനെ ആക്കിയാൽ നന്നായിട്ട് പൊടിയും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് അങ്ങോട്ട് തിരിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഫുള്ള് സോയ ചങ്ക്സും ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് കിട്ടേണ്ടത്. ഒരുപാടായിട്ട് അങ്ങോട്ട് തിരിക്കരുത് കേട്ടോ. ജാറിലിട്ടിട്ട് അടുത്തായിട്ട് നമുക്കിവിടെ ഒരു ചട്ടി, ഞാൻ മൺചട്ടിയിൽ വെക്കുന്നത്, അത് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനിൽ വെക്കാം കേട്ടോ. അത് എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കടുകൊന്ന് പൊട്ടി വരുന്നതിന് ശേഷം ചെറിയൊരു പീസ് ഇഞ്ചിയും 2 വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു 3 പച്ചമുളക് നടുവ് കയറിയതാണ് ഞാൻ പൊട്ടി കൊടുത്തത്. ഇനി നമുക്കതൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതൊന്നായി വന്നതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, നമ്മൾ ഓംലെറ്റിൻ്റെ കരിയിൽ അതേപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം സൈസ് സവാളയാണ്. അത് ഇട്ട് കൊടുക്കുന്നതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് ഒരുപാട് അങ്ങോട്ട് വാടി കുഴഞ്ഞ് പോകുന്നത് വേണ്ട കേട്ടോ. നമുക്ക് തോരനായി വരുന്ന സമയത്ത് അത് ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളി ഒന്ന് കടിക്കാൻ കിട്ടണം. ഇവപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതപ്പോൾ നമ്മളെ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഞാൻ അതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ളതാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് ഞാൻ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തത്. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിമൊക്കെ മീഡിയത്തിൽ തന്നെ ഇടുക, ഹൈലിടണ്ട. ഹൈലിട്ടുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് അവിടെ കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് മീഡിയത്തിലിട്ട് തന്നെ മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇളക്കി കൊടുത്ത് ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഉള്ളി സെറ്റായി വന്ന് പൊടികളൊക്കെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്കിവിടെ നമ്മൾ അടിച്ചു വെച്ച സോയ ചങ്ക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സോയ ചങ്ക്സ് കൊണ്ട് തോരൻ ഉണ്ടാക്കി കഴിക്കാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റുമാണ്. നമ്മളൊരു ചിക്കനൊക്കെ കഴിച്ചൊരു ഫീലാണ് നമുക്കിത് കിട്ടുക. നല്ല ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ, ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. ഒരു ചിക്കനും ബീഫൊക്കെ കഴിച്ച പോലത്തെ ഒരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവുക. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ ഇട്ട് കൊടുത്താണ്, പക്ഷേ സോയ ചങ്ക്സിൽ നമുക്ക് ഉപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി അപ്പോൾ ആ പൊടികളും സോയ ചങ്ക്സും കൂടി ഒന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ജാറിലൊന്നും ഇട്ട് അരക്കേണ്ട ആവശ്യമില്ല. ചിരകിയത് സ്ട്രെയിറ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങ കുറച്ച് കൂടുതലാകുമ്പോഴാണ് നമുക്കത് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കുറച്ച് ഇട്ടതാണ്, കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ തോരൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ തേങ്ങയും അതൊക്കെ ഒന്നും കൂടി സെറ്റാവുന്നുണ്ടെന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ സോയ ചങ്ക്സ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ, ടേസ്റ്റുമാണ് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയാണെങ്കിൽ ഇത് മാത്രം മതി. ഇപ്പോൾ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ ഈ സോയ ചങ്ക്സ് കൊണ്ടുള്ള തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്ര നമ്മളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.